യുവയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ SNDP NSS ഐക്യത്തിൻ്റെ ചർച്ചകൾ നടക്കുകയും അത് അലസിപ്പിരിഞ്ഞ വാർത്തകൾ കേൾക്കുകയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ സാമുദായിക സംഘടനകൾ എന്നും കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഒരു വലിയ ശക്തിയാണ്. NSS SNDP പ്രത്യേകിച്ച് NSS SNDP ചർച്ചകൾ നടക്കുമ്പോൾ അത് മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ഒരു അറ്റാക്കായിട്ടെല്ലാം നമ്മൾ വിലയിരുത്തുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പല രൂപത്തിലുള്ള അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ആ ഘട്ടത്തിൽ വന്നത് നമ്മൾ കാണുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ SNDPയുടെ ഇന്നത്തെ ലീഡർഷിപ്പിൽ നിന്ന് വരുന്ന പച്ചയായ വർഗീയ പരാമർശങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ഒരു അപരവൽക്കരിച്ചു കൊണ്ടുള്ള അല്ലെങ്കിൽ മലപ്പുറം എന്ന പ്രദേശത്തെ അപരവൽക്കരിച്ചു കൊണ്ടുള്ള, പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള, വർഗീയവൽക്കരിച്ചു കൊണ്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിൽ നമ്മൾ SNDP പിന്നെ NSS അഥവാ ഈഴവ നായർ മുസ്ലിം സമുദായങ്ങളുടെ ഒരു മുന്നേറ്റം, അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം ചെറിയ രൂപത്തിലൊന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരിലേക്കുള്ള സംവരണങ്ങളുണ്ട്. ഓരോ സാമുദായിക അടിസ്ഥാനത്തിലുള്ള സംവരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സംവരണങ്ങളിലേക്കുള്ള പ്രാതിനിധ്യം അത് ഓരോ സമുദായത്തിനും അവരുടെ പിന്നെ ജനസംഖ്യാനുപാതികമായിട്ട് നമുക്ക് ലഭിക്കണം എന്നുള്ളതാണ് ഓരോ സമുദായത്തിൻ്റെയും അവകാശം. ഇപ്പോൾ 1880കളിലാണ് സത്യത്തിൽ സർക്കാർ തലങ്ങളിലേക്ക് അതുവരെ ഒരു ബ്രാഹ്മണ മേധാവിത്വം, ഒരു നമ്പൂതിരി മേധാവിത്വം നിലനിന്നിരുന്ന തിരുവിതാംകൂർ മഹാരാജാവിൻ്റെയൊക്കെ സർക്കാർ സർവീസിലേക്കുള്ള ഒരു മേഖലയിലേക്ക് സത്യത്തിൽ മറ്റുള്ളവർ വരാൻ ഒക്കെ പിന്നെ ആവശ്യങ്ങൾ വന്നപ്പോൾ അവിടെ ഒരു പരീക്ഷ വെക്കുകയുണ്ട്. അഥവാ പിന്നെ അന്നേ വരെ പിന്നെ കേരളത്തിൽ അത്രമേൽ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു സമയത്ത്, പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദുക്കൾക്കിടയിൽ ഉയർന്ന ജാതിക്കാർക്ക്, നമ്പൂതിരിമാർക്കിടയിൽ മാത്രമാണ് വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് എഴുത്തും വായനയും വിദ്യാഭ്യാസമൊക്കെ ഉള്ളത് അവർക്ക് മാത്രമാണ്. മാത്രമല്ല കേരളത്തിലെ ഒരു ലിപി രൂപപ്പെട്ടു വരുന്ന കുറഞ്ഞ കാലങ്ങളായ ഒരു സമയം കൂടിയായിരുന്നു അത്. അതുവരെ മുസ്ലിങ്ങൾ മുഴുവൻ മലയാളം എഴുതിയിരുന്നത് അറബിയിലായിരുന്നു. അതാണ് അറബി മലയാളം എന്നുള്ള രൂപത്തിൽ. ഇവിടുത്തെ ക്രൈസ്തവർ, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികളെല്ലാം സുറിയാനി ഭാഷയിലായിരുന്നു അവരുടെ ലിപി, അവർ മലയാളത്തിൻ്റെ ലിപിയായിട്ട് എഴുതിയിരുന്നത്. ഹിന്ദുക്കളിൽ തന്നെ ഒരു ഉയർന്ന ജാതിക്കാർ മാത്രമാണ്, അവരാണ് ഈ മലയാളം, ഇന്നത്തെ നമ്മളൊരു മലയാളം ഭാഷയിലുള്ള ഇതിൽ ലിപി എഴുതിയിരുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഔദ്യോഗിക ലിപിയായി ഇവിടെ അച്ചടിയൊക്കെ തുടങ്ങുന്ന ഒരു സമയത്ത്, ഒരു 19ാം നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യത്തിൽ അച്ചടിയൊക്കെ തുടങ്ങി വ്യാപകമാകുന്ന സമയത്ത് ഈ ഒരു മലയാളം, ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ മലയാളം ലിപി, അതൊരു ഔദ്യോഗിക മലയാള ഭാഷയുടെ ലിപിയായി അംഗീകരിക്കുന്നതോടുകൂടി സംഭവിക്കുന്നത് എന്താ വെച്ചാൽ സത്യത്തിൽ മറ്റുള്ളവരെല്ലാം ഇല്ലിറ്ററേറ്റ്, അവരെ നിരക്ഷരരായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു കോമൺ ആയിട്ടുള്ളൊരു ലിപി വേണം. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും സത്യത്തിൽ അറബി അറിയാം, അറബി വായിക്കാനും എഴുതാനും അറിയാം. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഖുർആൻ അറബി ഭാഷയിൽ, അവരുടെ വേദഗ്രന്ഥമായ ഖുർആൻ അറബി ഭാഷയിലായതുകൊണ്ട് തന്നെ ആ ഖുർആൻ വായിക്കാനും എഴുതാനും പഠിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷയിൽ എഴുതാനും വായിക്കാനും അറിയാം. അതേപോലെ അറബി ഭാഷയിൽ തന്നെ അവർ മലയാളം എഴുതുകയും ചെയ്യുമായിരുന്നു. ആ നിലക്ക് നോക്കുമ്പോൾ എല്ലാവരും ഖുർആൻ പഠിക്കൽ നിർബന്ധമായതുകൊണ്ടും 100% സാക്ഷരരായിരുന്നു മുസ്ലിം സമുദായം അന്ന് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ കേരളത്തിൻ്റെ ഒരു ഔദ്യോഗിക മലയാള ഭാഷയുടെ ലിപി അത് ഇന്ന് നമ്മൾ കാണുന്ന ഒരു മലയാളം ലിപിയെ അംഗീകരിക്കുന്നതോടുകൂടി സത്യത്തിൽ ആ ലിപി അറിയാത്തവരെല്ലാം നിരക്ഷരരായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുക. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളെല്ലാം, മലയാളം അറിയാത്തവരെല്ലാം സ്വന്തം മാതൃഭാഷയിൽ പേരും അത്യാവശ്യം സംഗതികളും എഴുതാനും വായിക്കാനും അറിയാത്തവരെല്ലാം നിരക്ഷരരാണ്, നിരക്ഷരം എന്നുള്ള കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ ആ സമയത്ത് 1880കളിൽ അന്ന് സർക്കാർ സർവീസിലേക്ക് ചില ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് പരീക്ഷകൾ നിർബന്ധമാക്കി. ആ പരീക്ഷകൾ സ്വാഭാവികമായിട്ടും മലയാളത്തിൽ എഴുതണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും അതിലേക്ക് എത്താൻ കഴിയില്ല. അതിലാകെ എഴുത്തും വായനയും ആ രൂപത്തിൽ ലിപിയിൽ അറിയുന്നത് ഇവിടുത്തെ ഉയർന്ന ജാതിക്കാരായ നമ്പൂരി ബ്രാഹ്മണരാണ്, അവർക്ക് മാത്രമേ അങ്ങോട്ട് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്നുള്ളതാണ് സാമുദായിക സംഘടനകൾ ഒന്നിക്കുന്നത്. ആ ഒന്നിച്ച് അവർ തിരുവിതാംകൂർ മഹാരാജാവിന് ഒരു മെമ്മറാൻഡം, ഒരു അവകാശ പത്രിക സമർപ്പിക്കുന്നത് നമുക്ക് കാണാം. 1891 മലയാളി മെമ്മോറിയൽ
എന്ന പേരിൽ ഒരു അവകാശ പത്രിക സമർപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു വിചിത്രമായ രസം എന്താണെന്ന് വെച്ചാൽ ആ മലയാളി മെമ്മോറിയൽ സ്വാഭാവിക തിരുവിതാംകൂറിൽ നാനാജാതി വിഭാഗങ്ങളുണ്ട്. അവിടെ വൈദേശികരായ യൂറോപ്യൻസ് ഉണ്ട്, ബ്രാഹ്മണരുണ്ട്, നായന്മാരുണ്ട്, ഈഴവരുണ്ട്, പല ജാതിക്കാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ജൂതന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ മലയാളി മെമ്മോറിയൽ ഒരു ഭീമമായ ഹർജിയാണ്. 10,000-ഓളം ആളുകൾ ഒപ്പിട്ടിട്ട് നൽകുന്ന അവകാശത്തിന് വേണ്ടി നൽകുന്ന ഒരു ഹർജിയാണ്. അപ്പോൾ അതിനാണ് ഈ മെമ്മോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ മെമ്മോറിയലിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ എന്ന് പറഞ്ഞ് 3 വിഭാഗത്തെ എണ്ണുന്നുണ്ട്. ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ അതിൽ ഒന്ന് പിന്നെ അങ്ങയുടെ പ്രജകളല്ലാത്ത യൂറോപ്യന്മാർ, അത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ പ്രജകളല്ല. രണ്ടാമത്തത് മുഹമ്മദീയർക്കിടയിലുള്ള വിദ്യാവിഹീനർ, വിദ്യാഭ്യാസം ഇല്ലാത്ത മുസ്ലിങ്ങൾ എന്നർത്ഥം. മൂന്നാമത്തേത് പിന്നെ വളരെ ജനസംഖ്യയിൽ അല്പം മാത്രമുള്ള ജൂതന്മാർ. ഇങ്ങനെ 3 വിഭാഗത്തെ നിന്ന് ഒഴിവാക്കുകയാണ്. അത് രസം എന്താ വെച്ചാൽ വിദ്യാഭ്യാസമില്ലാത്ത മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നു, വിദ്യാവിഹീനരായ മുഹമ്മദീയർ എന്ന് പറയുമ്പോൾ സത്യത്തിൽ വിദ്യാഭ്യാസം പിന്നെ ഇല്ലാത്തവർക്ക് സർക്കാർ തലത്തിൽ എന്തെങ്കിലും പ്രാതിനിധ്യം, അവർക്ക് എഴുത്തും ഇതും അറിയില്ല, അതിനൊരു പരിഹാരം കാണുന്ന ആൾക്കാണ് അത് കൊടുക്കണം തന്നെ. അപ്പോൾ പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ ഒഴിവാക്കിക്കൊണ്ടാണ്, മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് സമർപ്പിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ അത് സമർപ്പിച്ച് സത്യത്തിൽ അന്ന് തിരുവിതാംകൂർ മഹാരാജാൻ്റെ അടുത്തു നിന്നുള്ളൊരു മറുപടി ലഭിക്കുന്നത് അതിലേറെ വിചിത്രമായിട്ടുണ്ട്. കാരണം ഇതിൽ ആ മറുപടിയിൽ എഴുതുന്നത് ഇതിൽ ഉൾച്ചേർന്നിട്ടുള്ള ഈഴവ വിഭാഗം അവർ സത്യത്തിൽ വിദ്യാഭ്യാസം നേടി സർക്കാർ ജോലികളിലൊന്നും പങ്കെടുക്കേണ്ടതായിട്ടില്ല എന്നും അവർക്ക് അവരുടെ കുലത്തൊഴിലായ തെങ്ങ് ചെത്ത്, കയറ് വിരിക്കൽ ഇങ്ങനെയുള്ള ജോലികളിൽ നിന്നാൽ മതി എന്നും ഉള്ളൊരു മറുപടി വരുന്നുണ്ട്. സത്യത്തിൽ ഈഴവർ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം, തഴയാണ് ചെയ്യുന്നത്. പക്ഷേ ആ മലയാളി മെമ്മോറിയൽ കൊണ്ട് നേട്ടമുണ്ടാക്കുന്നത് നായർ വിഭാഗമാണ്. ആ നായർ വിഭാഗത്തിന് സ്വാഭാവികമായിട്ടും സർക്കാർ സർവീസിൽ നല്ലൊരു പ്രാതിനിധ്യം ആ സമയത്ത് തന്നെ കിട്ടിത്തുടങ്ങി എന്നുള്ളതാണ്. പിന്നീട് ഇതിൽ കടുത്ത നിരാശ വന്ന ഈഴവ വിഭാഗം, പ്രത്യേകിച്ച് ഡോക്ടർ പി പൽപ്പു, ആ പൽപ്പു ഇന്നത്തെ MBBS തുല്യമായ LMS പരീക്ഷ അന്ന് പാസ്സായ ആൾ, അദ്ദേഹത്തിന് ജാതീയമായ വിവേചനങ്ങൾ കൊണ്ട് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയാതെ അദ്ദേഹം മൈസൂർ പോയിട്ടാണ് അയാൾ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഇതിൽ നിരാശരായിക്കൊണ്ട് 1895 ഒരു ഈഴവ മെമ്മോറിയൽ കൊടുക്കുന്നുണ്ട്. ഈഴവ മെമ്മോറിയൽ ഈഴവർ മാത്രം വലിയ സൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഭീമമായ ഹർജി കൊടുക്കണം. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടായില്ല. അങ്ങനെ ഡോക്ടർ പൽപ്പു പിന്നീട് മൈസൂർ വെച്ചോ സ്വാമി വിവേകാനന്ദനെ കാണാനിടയാകുകയും സ്വാമി വിവേകാനന്ദനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഒരു ആത്മീയ പുരുഷനെ, ഒരു ആത്മീയ പരിവേഷമുള്ള ഒരു പുരുഷനെ ഒരു മുന്നിൽ നിർത്തി, ഒരു ലീഡർഷിപ്പിൽ നിർത്തിക്കൊണ്ട് ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നിർദ്ദേശം ഡോക്ടർ പൽപ്പുവിന് കിട്ടുന്നത് സ്വാമി വിവേകാനന്ദയിൽ നിന്നാണെന്ന് നമുക്ക് കാണാൻ കഴിയും ചരിത്രപരമായിട്ട് പരിശോധിക്കുമ്പോൾ. അങ്ങനെ ഡോക്ടർ പൽപ്പു നാട്ടിൽ വന്ന് അന്ന് അരുവിപ്പുറത്ത് പ്രതിഷ്ഠയൊക്കെ വെച്ച് വളരെ വിവാദങ്ങളൊക്കെ ആയ ശ്രീനാരായണ ഗുരുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്ന ഒരു SNDP എന്നൊരു സംഘടന രൂപീകരിക്കുകയാണ്. സത്യത്തിൽ കേരളത്തിലെ ആദ്യത്തെ സംഘടന എന്നറിയപ്പെടുന്ന SNDP സംഘടിച്ച് ശക്തരാകൂ, വിദ്യ കൊണ്ട് ഉന്നതരാകൂ എന്നൊരു മുദ്രാവാക്യവുമായിട്ടാണ് SNDP വരുന്നത്. അതിലുള്ള പ്രധാനപ്പെട്ട ഒരാൾ കുമാരനാശാനായിരുന്നു. അപ്പോൾ ഇവർ 3 പേരുമാണ് ഈ SNDPയുമായിട്ട് ഈഴവരുടെ ഒരു സംഘടന എന്നുള്ളത് മുന്നോട്ട് പോകും. പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങളും സംഘടിച്ച് മുന്നേറുന്നത്, ഒന്ന് വിദ്യാഭ്യാസം കിട്ടണം, അതിന് സ്കൂളുകൾ അന്വേഷിച്ച് കിട്ടണം, വിദ്യാഭ്യാസം നടക്കണം. രണ്ടാമത്തത് സർക്കാർ സർവീസിൽ പ്രാതിനിധ്യമാണ്. ഇതാണ് സാമുദായിക സംഘടനാപരമായ ആവശ്യം എന്നുള്ളത്. അതിനുശേഷമാണ് ശരിക്കും 1914 NSS നായർ സർവീസ് സൊസൈറ്റി വരുന്നത്. അവരുടെ ആവശ്യം തന്നെയാണ്, വിദ്യാഭ്യാസം വേണം, സർക്കാർ സർവീസ് പ്രാതിനിധ്യം വേണം. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം NSS ഒരുപാട് നായർ കമ്മ്യൂണിറ്റി ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കാണുന്നത് ഈ ഒരു സംവരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഘർഷം 1930കളുടെ മധ്യത്തിലാണ്. 1934-35 സമയത്ത് കേരളത്തിലുണ്ടായ നിവർത്തന പ്രക്ഷോഭം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രക്ഷോഭം നമ്മൾ കാണുന്നുണ്ട്. അതിൽ സത്യത്തിൽ നായർ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ഒരുപാട് പ്രാതിനിധ്യം കിട്ടി നിൽക്കുന്ന ഒരു സമയം. അന്ന് ഈ പ്രക്ഷോഭത്തിലുള്ളത് ഈഴവരും മുസ്ലിങ്ങളൊക്കെയാണ്. ഈഴവർ കടുത്ത വിവേചനം ഏർപ്പെട്ട ഒരു സമയത്ത്, ഭയങ്കരമായ ഒരു പ്രക്ഷോഭങ്ങളിലേക്ക് ഈ സമയം അറസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണ് സത്യത്തിൽ കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ PSC വരുന്നത്. PSC വന്നൂന്ന് മാത്രമല്ല, ഈ നിവർത്തന പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ജാതീയമായ വിവേചനങ്ങൾ കടുത്ത രീതിയിൽ നേരിടുന്ന ഈഴവർ അന്ന് കേരളത്തിൽ കൊച്ചി കേന്ദ്രീകരിച്ച് കേരള
തീയ യൂത്ത് ലീഗ്, കേരള തീയ യൂത്ത് ലീഗ് എന്ന് പറഞ്ഞ ഒരു സംഘം ഉണ്ടായിരുന്നു. അവരൊരു പുസ്തകം ഇറക്കുന്നുണ്ട്. കേരളത്തിലെ അന്നത്തെ പ്രധാനപ്പെട്ട യുക്തിവാദി ഈഴവ ബുദ്ധിജീവികളൊക്കെ സാംസ്കാരിക നേതാക്കളൊക്കെ എഴുതിയ ഒരു ഒരു പിന്നെ ഒരു ചെറിയ ബുക്ക്. ആ ബുക്കിൻ്റെ പേര് അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്നാണ്. അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന പേരിലൊരു പുസ്തകം. അഥവാ അതിൽ കെ സുകുമാരനെ പോലെ, കെ പി തയ്യലിനെ പോലെയുള്ള, കെ അയ്യപ്പനെ പോലെയുള്ള ആളുകളൊക്കെ, അന്നത്തെ ഈഴവ നേതാക്കളും ബുദ്ധിജീവികളുമായ ആളുകൾ, അവരൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈഴവ സമുദായം, കേരളത്തിലെ മുഴുവൻ ഈഴവരും ഒന്നടങ്കം ഇസ്ലാം സ്വീകരിക്കുക, അതാണ് ഇനി നമുക്കുള്ള രക്ഷ എന്നുള്ളത്. കാരണം എന്നാൽ മനുഷ്യൻ എന്നുള്ള നിലക്കുള്ളൊരു വിലയെങ്കിലും കിട്ടും എന്നുള്ള നിലക്ക് ഈഴവരൊന്നായിട്ട് ഇസ്ലാം സ്വീകരിക്കാനുള്ളൊരു ശ്രമം അന്നുണ്ടായി. ആ ബുക്ക് വലിയ വിവാദമായ ബുക്ക് നിരോധിക്കപ്പെട്ടതായിട്ടൊക്കെ കേരളത്തിലെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ആ പുസ്തകത്തിൻ്റെ PDF ഒക്കെ പിന്നെ നമുക്ക് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്നുള്ള പുസ്തകം ഇറങ്ങി. പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അന്ന് PSC കമ്മീഷൻ വന്നു. അതോടുകൂടി പിന്നെ സർക്കാരിൽ കുറച്ചും കൂടി ഒരു ഫോർമലൈസ്ഡായി സ്ട്രക്ചറിൽ ഒരു റിസർവേഷനും അതിലേക്കുള്ള ഒരു പ്രാതിനിധ്യം ഇതൊക്കെ നമ്മൾ ഒരു രൂപപ്പെടുത്തി. ഇപ്പോൾ ഒരു PSC ഉണ്ടായി. അതേപോലെ ഈ സമരം അവസാനിപ്പിക്കാനുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈഴവർക്ക് ക്ഷേത്രവാതിലുകൾ തുറന്നു കൊടുത്തു എന്നുള്ളതാണ്. കാരണം ഈഴവർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ലായിരുന്നു. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദമില്ലാതിരുന്ന സമയത്ത് ഈഴവർക്ക്, കാരണം ഈ ഈഴവരൊന്നടങ്കം ഇസ്ലാം സ്വീകരിച്ച് പോകുമോ എന്നൊരു ഭയത്താൽ ഉയർന്ന ജാതിക്കാർ, സവർണർ ഈഴവർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം കൊടുക്കുന്നത് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അതിൽ ഈ അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്നുള്ള പുസ്തകത്തിൻ്റെ 3ാമത്തെ പതിപ്പിൻ്റെ അവതാരികയിൽ നമുക്കത് കാണാൻ കഴിയും. കാരണം ക്ഷേത്രവാതിലുകൾ തുറന്നതോടുകൂടി ഈഴവർ മതം മാറ്റം മറന്നു, പ്രക്ഷോഭം മറന്നു, അറസ്റ്റിലായവരെ മറന്നു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അവതാരികയിൽ എഴുതുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനൊരു ചരിത്രം കൂടി അതിനുണ്ട്. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് ഈ 935 ശേഷം PSC രൂപീകരിച്ചതിന് ശേഷം പിന്നീട് ഈഴവർക്ക് ശക്തമായ മുന്നേറ്റങ്ങളുണ്ടായി. മുസ്ലിങ്ങളെ സംബന്ധിച്ച് പിന്നെ ഒരുപാട് പിന്നാക്കാവസ്ഥകളുള്ള കാരണങ്ങളുണ്ടായി. മലബാർ കലാപം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പ്രക്ഷോഭങ്ങളൊക്കെ മുസ്ലിങ്ങളെ ഒരുപാട് പിന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് സാമുദായികമായി അല്ലെങ്കിൽ ആ ജിയോ പൊളിറ്റിക്കൽ സ്ട്രഗിളിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ഭാഗമായുണ്ടായ ഒരുപാട് കാരണങ്ങളുണ്ടായി. പക്ഷേ നമ്മൾ പിന്നീട് ഇങ്ങനെ നോക്കുമ്പോൾ 2000 കേരളത്തിലെ റിസർവേഷനും റിപ്രസൻറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു സർവേ നടത്തുന്നുണ്ട് ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ. ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ, നരേന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ഈഴവർ 14% അവർക്ക് റിസർവേഷൻ ഉള്ളിടത്ത് ഏകദേശം 20% അതിൻ്റെ മേളിലും പ്രാതിനിധ്യം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേസമയം മുസ്ലിങ്ങൾ 2000 നരേന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്ത് 12% റിസർവേഷൻ ഉള്ളിടത്ത് 10ൽ താഴെ 8ഉം 7ഉം ഒക്കെ ശതമാനമാണ് അവരുടെ പ്രാതിനിധ്യം എന്നുള്ളത്. ഈ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അവസാനത്തിൽ ജസ്റ്റിസ് നരേന്ദ്രൻ എഴുതുന്നൊരു വാക്കുണ്ട്, ഈഴവർ അവരുടെ പ്രാതിനിധ്യ നില പഴയതിനേക്കാൾ ഒരുപാട് മെച്ചപ്പെടുത്തി. മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് അവരുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകൾ അവർക്കിടയിൽ നിന്ന് തന്നെ ഉണ്ടായാൽ അവർക്കും ഈഴവരെ പോലെ അവരുടെ നില മെച്ചപ്പെടുത്താൻ കഴിയും എന്ന് ജസ്റ്റിസ് നരേന്ദ്രൻ ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അവസാനത്തിൽ എഴുതുന്നത് നമുക്ക് വായിക്കാൻ പറ്റും. പിന്നീട് 10-25 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴും നമ്മൾ സർക്കാരിൻ്റെ ഔദ്യോഗികമായ കണക്കുകൾ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ കേരള പഠനം 2.0 കേരള സാഹിത്യ പരിഷത്തൊക്കെ പുറത്തിറക്കിയൊക്കെ നോക്കുമ്പോഴും മുസ്ലിങ്ങൾ പ്രാതിനിധ്യത്തിൽ ഒരുപാട് പിന്നിലാണ്. ഈഴവർ ഒരുപാട് മുമ്പിലാണ്. ആ ഈഴവരുടെ നേതാക്കന്മാരിൽ നിന്നാണ്, ലീഡർഷിപ്പിൽ നിന്നാണ് നമ്മൾ ഈ രൂപത്തിലുള്ള മുസ്ലിങ്ങൾ അനർഹമായി സമ്പാദിച്ചു എന്നെല്ലാമുള്ള വാർത്തകളും പച്ചയായ വർഗീയ പരാമർശങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ സമുദായത്തിനും അവർക്ക് അർഹതപ്പെട്ട എന്താണോ റിസർവേഷൻ, ആ റിസർവേഷൻ കിട്ടാനുള്ള യോഗ്യത എന്തുകൊണ്ടുമുണ്ട്. അത് എല്ലാ സമുദായങ്ങളും അത് സഹകരിച്ചുകൊണ്ട് അതാത് സമുദായത്തിന് ജനസംഖ്യാനുപാതികമായി അനുവദിക്കപ്പെട്ട റിസർവേഷനിലേക്കുള്ള റിപ്രസൻറ്റേഷൻ കിട്ടാൻ അത് അവർ ചെയ്യുന്നതിൽ അതിൽ യാതൊരു വർഗീയതയും കാണേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ NSS SNDP ഐക്യം എന്നൊക്കെ പറയുമ്പോൾ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നടന്നതായിട്ടും അതിൻ്റെയൊക്കെ ചില ശേഷിപ്പുകൾ നമ്മളെ നാടുകളിലും ഈ PSC പോലത്തെ സംവരണങ്ങളിലും എല്ലാം ഉണ്ട് എന്നുള്ളതും നമ്മൾ ഈ രൂപത്തിൽ മനസ്സിലാക്കുക. ചരിത്രം മറക്കാതെ, ചരിത്രം എപ്പോഴും മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജമാണ്. അപ്പോൾ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണം നമ്മൾ പുതിയ സ്റ്റെപ്പുകൾ എടുക്കാൻ. ആ രൂപത്തിൽ നമുക്ക് ഈ സംവരണത്തെ അതേപോലെ ഇപ്പോഴത്തെ ചർച്ചകളൊക്കെ നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.